നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ പ്രധാന ഉത്സവങ്ങളെ പറ്റിയാണ്. ആ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ദീപാവലി. ഇന്ന് ദീപാവലി ദിനമായതുകൊണ്ട് ദീപാവലി എന്ന ഉത്സവത്തെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ദീപങ്ങളുടെ നിര എന്നാണ് ദീപാവലി എന്നതിനർത്ഥം. ഒക്ടോബർ നവംബർ മധ്യത്തിലെ നവചാന്ദ്ര ദിനത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഭാരതത്തിലെ മുഖ്യ ഇതിഹാസ കൃതികളായ പുരാണങ്ങളിൽ അത് രാമായണവും മഹാഭാരതവുമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ദീപാവലിയുടെ ആഘോഷം. 14 വർഷത്തെ വനവാസത്തിനു ശേഷം മടങ്ങിയെത്തുന്ന ശ്രീരാമനെ വരവേൽക്കുന്ന ആഘോഷമായും നരകാസുരവധം നടത്തിയ ശ്രീകൃഷ്ണൻ്റെ വിജയത്തിൻ്റെ ആഘോഷമായും ഈ ഉത്സവം ദീപാവലി ആഘോഷം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ദ്വാരകയിലെ ജനങ്ങൾ ദീപങ്ങൾ തെളിച്ച് ശ്രീകൃഷ്ണനെ വരവേൽക്കുന്നു. ചതുർദശി രാത്രിയിലെ കൂരിരുട്ട് ധാരാളം ദീപങ്ങൾ തെളിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അത് ആഘോഷമാവുകയും ചെയ്തുവെന്നും ഒരു കഥയുണ്ട്. സൂര്യോദയത്തിന് മുമ്പേ എല്ലാവരും എണ്ണ തേച്ച് കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിയുന്നു. വെളിച്ചം ഇരുട്ടിനെ അകറ്റുന്നു എന്നതുപോലെ അറിവ് അജ്ഞതയെ നീക്കും. തമസോമ ജ്യോതിർഗമയ എന്ന ഉപനിഷത് മന്ത്രം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് ദീപാവലിയുടെ സന്ദേശമാണ്. കച്ചവടവുമായും ധനലക്ഷ്മിയായും ദീപാവലിക്ക് ബന്ധമുണ്ട്. ദീപാവലി ദിവസം കുളി കഴിഞ്ഞ് ചുക്കും ശർക്കരയും കഴിക്കുന്ന രീതി തെക്കേ ഇന്ത്യയിലുണ്ട്. ധന്വന്തരിയുടെ ആയുർവേദ വിധിപ്രകാരമാണ് തെക്കേ ഇന്ത്യക്കാർ ഇങ്ങനെ ചുക്കും ശർക്കരയും ദീപാവലി ദിവസങ്ങളിൽ കഴിക്കുന്നത്. മുറ്റങ്ങൾ തോറും ചിരാതുകൾ കത്തിച്ചു വെച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും ദീപാവലി ആഘോഷിക്കുന്നു. മധുരപലഹാരങ്ങളും പുതുവസ്ത്രങ്ങളും ആഘോഷത്തിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്നു. വെളിച്ചത്തിൻ്റെ ഉത്സവങ്ങളെ ലോകമെങ്ങും പല രീതിയിലാണ് ആഘോഷിക്കാറുള്ളത്. ദീപാവലിയും പടക്കം പൊട്ടിച്ചും വിളക്ക് കത്തിച്ചും പ്രകാശത്തിൻ്റെ ഉത്സവമായി ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് മാറ്റുന്ന, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാറുന്ന ഉത്സവമായി ഭാരതീയർ ദീപാവലിയെ കൊണ്ടാടുന്നു. എല്ലാവർക്കും ദീപാവലിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.